നമുക്കിന്ന് തേനെടുക്കാൻ പോയാലോ? ഇത് നമ്മുടെ ചെറുതാൻ്റെ ഒരു കൂടാണ്. ഇതിനകത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ, പക്ഷേ തേൻ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം തേനുകളാണ്. നമുക്ക് ഇതെല്ലാം അടയാണ്. ഇതിൻ്റെ അകത്ത് പുഴുക്കളൊന്നും വരത്തില്ല. ചെറുതാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അട എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കും. ഇത് അട പുഴുക്കൾ. ഇത് മുട്ട, ഫ്രഷ് മുട്ട. ഇത് വിരിയാനുള്ള മുട്ടകളാണ്. ഇതെല്ലാം ഇത് തേനാണ് ഇതിൻ്റെ അകത്ത്. ഇത് പൂമ്പൊടിയാണ്. പൂമ്പൊടി പക്ഷേ ഇപ്പോൾ കുറവാണ്. അതാണ് പൂമ്പൊടി കാണുന്നത്. പിന്നെ നമ്മൾ ഈ തേനെടുക്കുക, ഇതെടുക്കുക, ഇതൊന്നും ചെയ്യേണ്ട. ഇതുപോലെ അവിടെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ ആയിക്കോളും. പിന്നെ ഇതിന്ന് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ സ്പ്ലിറ്റ് ചെയ്യാനുള്ള സമയം അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിതിൽ നിന്ന് തേൻ മാത്രം എടുത്തിട്ട് വീണ്ടും ഇത് അടച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈച്ചകളെല്ലാം അതിൽ കയറിക്കോളും. ഇത് വലിയച്ചാണ്. ഇതിനകത്ത് റാണിയുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ നമ്മൾ ഓർക്കും ചെറിയ ചെറിയ റാണിയില്ല, റാണിയുണ്ട്. പക്ഷേ ഇതിനകത്ത് എവിടെയെങ്കിലും റാണി കാണും. നമ്മളതിനെ നോക്കിയില്ല. വീണ്ടും ആ കൂടെ അവിടെ തന്നെ വെക്കാനുള്ള ആയതുകൊണ്ട് റാണി ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ചാൻസസ് ഇല്ല. അപ്പം വീണ്ടും നമ്മളിത് തേനെടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ അടച്ച് അവിടെ തന്നെ വയ്ക്കും. ഇങ്ങനെ മരപ്പെട്ടി വെക്കാണ് ഏറ്റവും നല്ലത്. നമുക്ക് തേനീച്ച ചെറുതേനെ വയ്ക്കാൻ നല്ല ഇതാണ്. ഇത് ആവറേജ് ഒരു 300 to 500, അത് 1/2 കിലോ വരെയൊക്കെ ഒരു കൂട്ടിൽ നിന്ന് തേൻ കിട്ടും. നല്ല കൂടാണെങ്കിൽ. ഇച്ചിരി പഴയ കൂടാണ്. ഇങ്ങനെ ചെയ്യാം. നമുക്ക് തടിയുന്ന സ്ക്വയർ ഇച്ചിരിയുടെ വീതി കൂടുതലാണ്. ഇത്രയും വീതി വേണ്ട. ഇച്ചിരി കണക്കൂടിലോടെ സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. അതിലേക്ക് ഇതിനെ മാറ്റി കഴിഞ്ഞാലും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മുളക്കൂടാണ്. മുള പൊട്ടിക്കീറി 2 സൈഡ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്താലും നമുക്ക് വെക്കാൻ സൗകര്യമുണ്ട്. എവിടെയും വെക്കാം. ഇത്ര നീളം വേണമെന്നില്ല. ഒരു മുളയുടെ 2 മുട്ടിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ മതി. ഇത്രയും നീളം കിട്ടിയാൽ തന്നെ അല്ല. അതിന് ഈ കല്ലമുളയാണ് ഏറ്റവും നല്ലത്. ഇത് കല്ലമുളയല്ല, പക്ഷേ കല്ലമുളയാണ് നല്ലത്. കല്ലമുള കൂടുതൽ സമയത്തേക്ക് ഇരിക്കും, കേടായി പോകത്തില്ല. വർഷങ്ങളോളം ഇരുന്നുള്ളൂ, അങ്ങനെ കേട് വരത്തില്ല. പക്ഷേ ഇത് സാധാരണ മഞ്ഞ കളറുള്ള മുളയാണ്. അത് ഒരു 5-6 കൊല്ലം 5-8 കൊല്ലമൊക്കെ ഇരിക്കും. പിന്നത്തേക്ക് കുത്തിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കിതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇന്നിപ്പം തേനിന് ഭയങ്കര വിലയുള്ള സമയം. ഒരു ആവറേജ് 2000-2500 രൂപയൊക്കെ കിലോയ്ക്ക് ചെറുതേൻ മാർക്കറ്റിൽ ഉണ്ട്. നല്ല തേൻ, ഒറിജിനൽ. അപ്പോൾ അതിന് ആ വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിശ്രമവും അതിൻ്റെ കാരണം കൊണ്ടായിരിക്കും അത്രയും വില. അപ്പോൾ ഒറിജിനൽ തേന് ലഭിക്കുന്നതിന് നമുക്ക് വീട്ടിൽ ഇതുപോലെ ഒരു 10-100 കൂടുതലുണ്ടെങ്കിൽ നല്ലൊരു ലാഭം ഉണ്ടാകാം. ലക്ഷക്കണക്കിന് അല്ലാതെ ഓടി നടന്ന് വലിയ ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി ചെയ്താൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും. കുറച്ച് തന്നെ വെച്ചേക്കണം. കുറച്ച് നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണക്ട് ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു സൈഡിൽ ഈ ഒരു സൈഡ് സെപ്പറേറ്റ് ഇരിക്കുന്ന തേൻ അവിടെ വെച്ചിരിക്കുകയാണ്. മുട്ടയൊന്നും ഞാൻ ഇളക്കുന്നില്ല. എന്നിട്ട് ഇത് പൂമ്പൊടിയോട് കൂടിയാണ്. ഇത് നമ്മൾ എടുക്കുന്നില്ല. ശകല സൈഡിൽ നിന്ന് കുറച്ചുകൂടി എടുത്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഇനിയിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് തുറുമ്പ് കയറാതെ നോക്കണം. കാരണം ഇപ്പോൾ തേന് അട എടുത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഉറുമ്പുകളുടെ ശല്യം നല്ലോണം ഉണ്ടാവും. അതിപ്പോൾ വന്ന് ഇതിനകത്ത് കയറി ആക്രമിക്കുക. അപ്പോൾ അത് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചെറുതേൻ്റെ അടകൾ എപ്പോഴും സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഒന്നുമില്ല, ഒരിടത്തും കണക്ഷൻസ് ഇല്ല. ഇത് മൊത്തം തേൻ, പ്യുവർ തേനാണിത്. ഇത് നമ്മൾ എടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉരുക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ക്ലിയർ ആകുകയും ചെയ്യും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. കുറച്ച് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അത്യാവശ്യം ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മുട്ടയും പുഴുക്കളെല്ലാം എടുത്ത് നമ്മൾ പുതിയൊരു സെറ്റ് ആക്കുന്നുണ്ട്. ഇത് എത്ര ശതമാനം വിജയിക്കും എന്നുള്ള ഉറപ്പില്ല. എങ്കിലും ചെയ്തു നോക്കുന്നുണ്ട്.
ഇപ്പോൾ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി അരക്കില്ല. നമുക്ക് ഇത്രയും തേൻ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഇത് വന്നിട്ട് തന്നെ ഉറുമ്പുകൾ വരാൻ തുടങ്ങി ഇവിടെ സൈഡിലെല്ലാം. ഓക്കെ.